എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 അവസാനമായപ്പോൾ ഡെനാനും മെറാൻസും ഇറക്കാൻ പോകുന്ന പുതിയ റിസീവേഴ്സിൻ്റെ ലൈനപ്പിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. അതിൽ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന 3800, 4800, അതിനുശേഷം നേരെ 15 ചാനലിലേക്കാണ് അവർ ചാടിയത്. അതായത് A1H, അതിന് മേലെ നമ്മുടെ മെറാൻസിൻ്റെ പ്രോസസ്സർ. ഇതായിരുന്നു അവരുടെ പുതിയ ലൈനപ്പ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ, അതായത് 4800-വും ഈ പറഞ്ഞ A1H നടുവിൽ ഒരു പ്രൊഡക്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് 2023 USA തന്നെ സീഡിയ എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റിൻ്റെ ഡിസ്പ്ലേയിൽ പിന്നെ ഡെനോൺ അവരുടെ പുതിയ റിസീവറായ 6800 ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെനോണിൻ്റെ 6800നെ കുറിച്ചായിരിക്കും. അപ്പം കഴിഞ്ഞ വർഷം, അതായത് 2020 ഇറങ്ങിയ 6700യുടെ അപ്ഡേറ്റഡ് വേർഷനാണ് 6800. അപ്പോൾ 6700ൽ വളരെയധികം സക്സസ്ഫുൾ ആയ ഒരു മോഡലാണ്. അപ്പോൾ 6800വും 6700വും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കാം. രണ്ടിലും 11 ചാനൽസിൻ്റെ ആംപ്ലിഫിക്കേഷനാണുള്ളത്, ഇൻറ്റർണൽ ആംപ്ലിഫിക്കേഷൻ. രണ്ടും ഡോൾബി അറ്റ്മോസ്, DTS:X IMAX Enhanced, Auro 3D, DTS:X Pro, ഇത്രയും സപ്പോർട്ട് രണ്ടിലും ഉണ്ടായിരുന്നു. 6700ൽ ഒരു 8K 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള എന്താ പറയുക ഇൻപുട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുതിയ 6800ൽ 7 ഇൻപുട്ട്, അതായത് 7 ഡിവൈസസ് 4K 120 Hz അഥവാ 80-60 Hz ഉള്ള 8 ഡിവൈസസ് നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള സജ്ജീകരണമാണ് 6800ൽ ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, വോട്ടേജ് വൈസ് നോക്കുകയാണെങ്കിൽ 140 വാട്ട്സ് പെർ ചാനലായിരുന്നു 6700. ഈ 6800ലും 140 വാട്ട്സ് പെർ ചാനൽ തന്നെയാണ് ഉള്ളത്. അതിൽ മെറാൻസും ഡെനോണും എപ്പോഴും അവകാശപ്പെടുന്ന 70% വരെ എല്ലാ ചാനൽസും പവർ അപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 140 വാട്ട്സ് ഏകദേശം ഒരു 100 വാട്ട്സോളം 5 സ്പീക്കറിലും ഒരു 80 മുതൽ 88 വാട്ട്സോളം ബാക്കിയുള്ള സ്പീക്കേഴ്സിലും ഗ്യാരണ്ടീഡാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ 6800ൽ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, 6700ൽ ഇല്ലാത്ത ഒരു ഫീച്ചറാണ് സോണിയുടെ 360 സ്പേഷ്യൽ സൗണ്ട് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി 6800ൽ ഇൻക്ലൂഡഡ് ആണ്. അത് സോണിയുടെ തന്നെ സോണി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്പേഷ്യൽ ഓഡിയോ ടെക്നോളജിയാണ്. അതിപ്പോഴത്തെ ലേറ്റസ്റ്റ് മ്യൂസിക് ഇതായ ടൈഡിൽ, സ്പോട്ടിഫൈ ഇതിൻ്റെ കൂടെയൊക്കെ വരുന്നുണ്ട്. ടൈഡിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ ടൈഡിലൂടെ അവൈലബിൾ അല്ലാത്തൊരു സംവിധാനമായതുകൊണ്ട് സ്പോട്ടിഫൈയിൽ ഇനി മുതൽ ഡോൾബി അറ്റ്മോസും സ്പെഷ്യൽ ഓഡിയോ വരാൻ പോകുന്നു എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. പിന്നെ ബേസിക്കലി ഇതിൽ 6800വും 6700യുടെ മെയിനായിട്ടുള്ള മാറ്റം അതിൻ്റെ HDMI ബോർഡ് തന്നെയാണ്. ഓക്കെ, അതായത് പഴയ HDMI ബോർഡിന് 2.1 അഥവാ 8K പിന്നെ HDMI കണക്ഷൻ കൊടുക്കാനുള്ള പോർട്ട് ഒന്നേ ഉണ്ടായിട്ടുള്ളെങ്കിൽ പുതിയതിൽ പിന്നെ പഴയതിൽ ബാക്കിയുള്ളതൊക്കെ 2.0 ആയിരുന്നു. അതായത് എൻഹാൻസ്ഡ് HDMI ആയിരുന്നു. 1.4 അല്ല, അതിനെക്കാട്ടി കൂടുതലുള്ള HDMI. അതായത് 48 GB/s ആണ് ഈ 2.1 സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ല. 40 GB/s മാത്രമേ ഡിസ്പ്ലേ കണക്ടിവിറ്റി വന്നിട്ടുള്ളൂ. അതായത് ട്രൂ 8K ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ബോർഡ് ഈ 6800ൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന് വില ചാടാനുള്ള കാരണം വരുന്നത്. പിന്നെ മറ്റൊരു സവിശേഷത ഉള്ളത്, നമ്മൾ 6700 ആകെ 2 സബ് വൂഫർ ഔട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതും പാരലലാണ്. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് സിഗ്നലല്ല, ഒരേ സിഗ്നൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സബ് വൂഫറിലേക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ 2 സബ് ഒരേ രീതിയിൽ വെക്കും. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിസീവേഴ്സായ 3800, 4800, A1H ഓർ 6800 നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ അടുത്തുള്ള 3800 ആണ്. അതിൽ 4 ഇൻഡിപെൻഡൻറ്റ് സബ് വൂഫേഴ്സാണ് കൊടുക്കാൻ പറ്റുന്നത്. ആ ഇൻഡിപെൻഡൻറ്റ് സബ് വൂഫേഴ്സ് 4 സെപ്പറേറ്റ് സിഗ്നൽസിനാണ്. അത് തന്നെ 2 രീതിയിൽ കൊടുക്കാം. ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. ഈ
ബേസിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബിൻ്റെ എണ്ണം കൂട്ടണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ സബ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം റൂമിൻ്റെ ചില സ്ഥലത്ത് ആ സബിൻ്റെ എഫക്ട്സ് ഉണ്ടാവും. അതിൽ സൗണ്ടിൽ ഡിപ്പ് വരാം, അല്ലെങ്കിൽ നല്ല എഫക്റ്റ് വരാം, സബ് ഇല്ലാത്തൊരു ഫീലിംഗ് ചില സീറ്റിംഗ് പൊസിഷൻസിൽ ആ റൂമിൽ തന്നെ ഉണ്ടാവാം. അപ്പോൾ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ സബ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ് ഉപയോഗിക്കുകയാണെങ്കിൽ മീൻസ് ഒന്ന് ഒരു വശത്തും മറ്റത് റൂമിൻ്റെ മറ്റേ കോർണറിലാണെങ്കിൽ രണ്ടും പിന്നെ വരുന്ന സൗണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഇരിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ സബിൽ നല്ല കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഭാഗത്ത് സൗണ്ട് ഇല്ല അല്ലെങ്കിൽ ആ സബിൻ്റെ ഫീലിംഗ് കിട്ടുന്നില്ല, രണ്ടാമത്തെ സബ് കൊണ്ട് അയാൾക്ക് അത് കിട്ടും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകാനാണ് മൾട്ടിപ്പിൾ സബ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ 3800, 4800, അതുപോലെ തന്നെ 6800, A1H ഇപ്പോൾ ഈ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സംഭവമാണ്. ഈ സബ് ഊഫർ തന്നെ രണ്ട് രീതിയിൽ പ്ലേസ് ചെയ്യും. അതായത് ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ. ഈ ഡയറക്ഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ബേസ് വരുന്നതെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ വെച്ച സബ് ഊഫറിന്ന് ആ ബേസ് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി പുറത്തേക്ക് ലഭിക്കുന്നതായിരിക്കും. റൈറ്റ് സൈഡിലാണെങ്കിൽ സബ് ഊഫർ വെച്ചെങ്കിൽ ആ സബ് ഊഫറിനായിരിക്കും കുറച്ചും കൂടി സൗണ്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ജുറാസിക് പാർക്കിലെ ഒരു സീൻ വിചാരിക്കുക. ഡൈനോസർ വരുമ്പം ആ ഡൈനോസർ ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റംബ്ലിങ് ഫീലിംഗ്. ഓക്കെ, ഇപ്പം സ്ക്രീനിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ കാണണമെന്നില്ല. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ആ റംബ്ലിങ് ലെഫ്റ്റ് സ്പീക്കറിലാണ് ആ കാല് പതിയുന്ന സൗണ്ട് വരുന്നതെങ്കിൽ ആ സൈഡിലുള്ള സബിൽ നിന്നും ഒരു മുഴക്കം കേൾക്കണം. അതിൻ്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ റിയാലിറ്റി കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിരിക്കും ആ സബിൽ സൗണ്ട് വരുമ്പോൾ. അതുപോലെ തന്നെ ഡൈനോസർ മൂവ് ചെയ്ത് റൈറ്റിലേക്ക് വരുന്നു, അത് സ്ക്രീനിൽ കാണണം, മീൻസ് പിക്ചറിൽ ഇത് ഉണ്ടാവണമെന്നില്ല, സൗണ്ട് മാത്രം മൂവ് ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ റൈറ്റ് സൈഡിലാണ് ആ കാല് പതിയുന്നെങ്കിൽ അവിടുത്തെ സബ് ഊഫർ എന്ന സൗണ്ട് വരുന്നു. വീണ്ടും അത് നിങ്ങളുടെ ബാക്കിലേക്ക് വരുന്നു എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നിങ്ങളുടെ റിയർ ലെഫ്റ്റത്തെ ബേസ് അടിക്കുന്നു. അപ്പോൾ ആ ഒരു ഇത് നാലും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് മൊത്തം കിട്ടാവുന്ന ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട് ഉണ്ട്. എങ്ങനെ റിയൽ ലൈഫിൽ ഒരു ഡൈനോസർ നിങ്ങളെ ചുറ്റും വരുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, അതുപോലത്തെ ഒരു ഫീലിംഗ് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ഇതിലുള്ളത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, അവർക്കറിയാം പുതിയ റിസീവറിലൊക്കെ GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എല്ലാം കൂടെ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് റിമോട്ട് പോയിട്ട് കുറേ തപ്പി കളിച്ച് ആകെ ഒരു കൺഫ്യൂഷനൊക്കെയാണ് പഴയ പിന്നെ ഏർലിയർ വേർഷൻസിലുണ്ടായ ഡെനോണും മെറാൻസ്. ഇപ്പോൾ അതെല്ലാം ഒന്നും കൂടി വൃത്തിയാക്കി പെട്ടെന്നൊരു വളരെ നൈസായിട്ട് അത് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന പല ടൈപ്പ് കണ്ടൻറ്റ്, ഇപ്പോൾ ഒരു പഴയ DVD പ്ലെയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ DVD പ്ലെയറിൽ 4K കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ HDMI സ്ലോട്ട് പോയിട്ട് അത് സ്റ്റാൻഡേർഡിൽ വെക്കാം, മീൻസ് അതായത് സ്റ്റാൻഡേർഡ് റെസൊല്യൂഷനിൽ വെക്കാം. ഇനി അതെല്ലാം ഒരു ബ്ലൂറേ പ്ലെയറാണ്, ആ ബ്ലൂറേ പ്ലെയറിൽ ഫുൾ HD ആണെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ പറയുക സ്റ്റാൻഡേർഡ് വെക്കാം. 4K ആണെങ്കിൽ പിന്നെ എൻഹാൻസിലേക്ക് വെക്കാം. ഓക്കെ, 8K ആണ്, 8K സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അത് ഈ പഴയ റിസീവറിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോഴത്തെ റിസീവർ എന്തായാലും ഉണ്ട്. പിന്നെ ഉള്ളത് ഈ HDMIയുടെ കണക്ട് ചെയ്യുന്ന കേബിൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയറും കൂടി 6800 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇതാണ്, അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യമുള്ളത് ഈ DACs അഥവാ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഏതൊരു AVRൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഈ DACs. അതായത് ഡിജിറ്റലി ബേസിക്കലി സൗണ്ട് അനലോഗ് തന്നെയാണ്. സൗണ്ട് സിഗ്നൽസ് നമുക്ക് ഏവർക്കും അറിയാം, പണ്ട് മാഗ്നറ്റിക് രീതിയിലായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. മീൻസ് ടേപ്പിലൊക്കെ അങ്ങനെയായിരുന്നു, ഒരു മാഗ്നറ്റിക് രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് സിഗ്നൽസ് ആ ടേപ്പിന് മേലെ എന്താ പറയുക എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ടേപ്പ് റെക്കോർഡർ, കാസറ്റ് റെക്കോർഡർ ഉപയോഗിച്ചാണ് ഒരു വട്ടത്തിലൊരു സാധനം അതിങ്ങനെ തിരിഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് റീഡ് ബാക്ക് ചെയ്യുന്ന അതേ സെയിം സാധനം ഇപ്പോഴത്തെ ടെക്നോളജി ഈ അനലോഗ് സിഗ്നൽസ് എടുത്ത് ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഡിജിറ്റലൈസ് ചെയ്യുന്നില്ല, കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുമ്പോൾ അതിന് 0, 1 ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആയിട്ടും എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആമ്പിലേക്ക് വരുന്ന ഈ സിഗ്നൽസിനെ വീണ്ടും അനലോഗ് സിഗ്നൽസ് ആക്കിയിട്ട് അതിന് നേരെ ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്കാണ് അയക്കുന്നത്.
ആ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറാണ് അതിനെ അതിൻ്റെതായ രീതിയിൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പവറോടുകൂടി നിങ്ങളുടെ പ്രീആമ്പിലേക്കും ആമ്പിലേക്കും അതിപ്പോൾ ഇങ്ങനെ സ്പീക്കറിലേക്കും പോകുന്നത്. അപ്പോൾ ഇതിൽ സേവറിൻ്റെ 2 ESS നമ്പർ ഞാൻ പറഞ്ഞത് ESS ഡാക്കാണ് 6800 ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് വളരെ മനോഹരമാണ് എന്നുള്ളത് ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മീൻസ് ഫാക്ട് 6800 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞത് അതിൻ്റെ ഔട്ടൊന്നും ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞത്. മീൻസ് ഇൻറ്റർണൽ ആംപ്ലിഫിക്കേഷൻ്റെ സൗണ്ട് മാത്രമല്ല ഔട്ട്പുട്ട്, അതായത് പിന്നെ എക്സ്റ്റേണൽ ആംപ്ലിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പുതിയ ലൈനപ്പ് ഡെനോണിലൊക്കെ ഒരു സവിശേഷത ഉള്ളത് പ്രീ ഔട്ട് കൊടുക്കാം. ഓക്കെ, 11 ആംപ്ലിഫിക്കേഷൻ ഇൻറ്റർണൽ ആംപ്ലിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന് പുറമെ 13 ചാനൽസ് ഔട്ടാണ് ഉള്ളത്. ഓക്കെ, 13 ചാനലിനുള്ള സ്പീക്കർ ഔട്ടും 15 ചാനൽ തന്നെ എക്സ്ട്രാ 2 സബ് ഓഫർ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടുകയാണെങ്കിൽ 15 ചാനൽ തന്നെ അതിൽ പ്രീ ഔട്ട് ഉണ്ടെന്ന് പറയാം. ഈ എക്സ്ട്രാ 2 ചാനൽ ഉള്ളത് ഫ്രണ്ട് വൈഡ്സിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ എക്സ്ട്രാ പെയർ ഓഫ് ഹൈറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് 6800 ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു 9.4.6 കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ 7.4. മേലെ 6 സ്പീക്കറും മോളെ 6 സ്പീക്കറും അതും ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ വേറൊന്ന് പറയാനുള്ളത്, ഓക്കെ, ഈ എന്താ പറയുക സിഗ്നൽ നമ്മൾ പ്രീ ഔട്ടിലൂടെ എടുക്കുമ്പോൾ പണ്ടത്തെ മോഡൽസിലൊക്കെ അത് ഒന്നെങ്കിൽ പ്രീ ഔട്ട് മൊത്തം എല്ലാ ചാനൽസും പ്രീ ഔട്ടിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻറ്റർണൽ ആംപ്ലിഫിക്കേഷൻ. ഈ ഒരു ഓപ്ഷനെ പണ്ടത്തെ റിസീവർ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ റിസീവർ അങ്ങനെയാണ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ സ്പീക്കറിലേക്കുള്ള സിഗ്നൽസ് മാത്രമാണ് നിങ്ങൾ പ്രീ ഔട്ടിലൂടെ എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സ്റ്റേജ് മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത്. അതിൽ അവിടെ പോയിട്ട് അതിൽ ഓപ്ഷൻ ഉണ്ടാവും പ്രീ ഔട്ട് സ്പീക്കേഴ്സ്. അതിൽ പ്രീ ഔട്ട് സെലക്ട് ചെയ്ത് ആ പർട്ടിക്കുലർ ചാനലിൻ്റെ സിഗ്നൽ നിങ്ങൾ ഇൻറ്റർണൽ ആംപ്ലിഫിക്കേഷൻസ് നിന്ന് കട്ടാവും. മീൻസ് അത് നേരെ നിങ്ങൾ പ്രീ ഔട്ടിലൂടെ നിങ്ങളുടെ എക്സ്റ്റേണൽ ആംപ്ലിഫിക്കേഷനിലൂടെ പോകുള്ളൂ, ആ സ്പീക്കറിലേക്ക് മാത്രമേ പോകുള്ളൂ, ഇൻറ്റർണൽ ആമ്പിലേക്ക് അത് വരില്ല. അങ്ങനെ കൊണ്ടുള്ള ഗുണം നിങ്ങളുടെ AVRന് മേലെയുള്ള ലോഡ് കുറച്ചും കൂടി കുറയുകയും ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ സഹായിക്കുകയും പിന്നെ ഔട്ട്പുട്ട് പിന്നെ അതുപോലെ തന്നെ ആ എക്സ്റ്റേണൽ പ്രീ ഔട്ടിലൂടെ വരുന്ന വോൾട്ടേജ്, ഓക്കെ, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് നമുക്ക് എവർക്കറിയാം. വോൾട്ടേജ് കുറവാണെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് വേറെ റാമിലേക്ക് കൊടുക്കുമ്പോൾ വോളിയം കൂട്ടുന്നതനുസരിച്ച് തിരിച്ച് സിഗ്നൽസ് അല്ലെങ്കിൽ തിരിച്ച് ഹീറ്റ് നിങ്ങളുടെ റിസീവറിലേക്ക് പോവുകയും പ്രീ ആമ്പിലേക്ക് കയറി പ്രീ ആമ്പിൽ നിന്ന് ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ്, അതല്ലെങ്കിൽ റിസീവർ കട്ട് ഓഫ് ആയി പോവുക, ഹീറ്റ് കൂടിയിട്ട് കട്ട് ഓഫ് ആയി പോവുക, ഈ വക ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. വോൾട്ട് ഇല്ലെങ്കിൽ കേട്ടോ, പ്രീ ഔട്ടിൽ നിന്ന് വരുന്ന വോൾട്ട് കറക്റ്റ് അല്ലെങ്കിൽ. പക്ഷേ 6800 എന്ന് പറഞ്ഞ മോഡൽ പിന്നെ 6700 നല്ല ഇതായിരുന്നു. വോൾട്ടേജ് മീൻസ് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 1.2 വോൾട്ടെങ്കിലും മിനിമം വേണം എന്നാണ് പറഞ്ഞത്. അതിന് 2-3 അത്ര വോൾട്ട് ഉണ്ട്. അതായത് ക്ലിപ്പിങ്ങിനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നുള്ളതാണ് കൂടി പറഞ്ഞത്. പിന്നെ ബേസിക്കായിട്ട് ഡിസ്പ്ലേൻ്റെ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഓഫ്കോഴ്സ് റിസീവറിൻ്റെ താഴെ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുള്ളിൽ നിങ്ങൾ റിമോട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ബട്ടൺസും കാണാം. ഓക്കെ, പിന്നെ ആകെയുള്ളൊരു വ്യത്യാസം പഴയ റിസീവറിൽ പിന്നെ റിസീവറിൻ്റെ മുമ്പിലും ഒരു HDMI അല്ലെങ്കിൽ ഒരു ഓക്സിലറി സ്പോട്ട് ഉണ്ടായിരുന്നു, അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിലുള്ള കോമ്പോണൻസും ലേ ഔട്ടൊക്കെ പ്രിറ്റി മച്ച് സെയിം തന്നെയാണ്. പിന്നെയുള്ളത് മറ്റേ പഴയ വീഡിയോ കണക്ട് ചെയ്യുന്ന പച്ചയും മഞ്ഞയും ചുവപ്പും കോമ്പോണൻറ്റ് വീഡിയോ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് പുതിയ 6800ൻ്റെ വിശേഷത. അതിൻ്റെ ഏകദേശം വില വരുന്നത് $3500 ആണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഏകദേശം 2-2.5 ലക്ഷത്തോളം വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ ജോർജ് ആയിരിക്കും. ബൈ.